വേലിയേറ്റത്തിന്റെ പ്രശ്നങ്ങൾ തുരുത്തുകാർ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടിലധികമായി. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സാധിക്കാൻ പറ്റാത്ത രീതിയിലാണ് പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകാറുള്ളത്. അതിശക്തമായ പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ഈ വെള്ളത്തിൻ്റെ കൂടെ ഈ പാമ്പൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പാത്രങ്ങൾ, ഗ്യാസ് കുറ്റി, എല്ലാ സാധനവും ഒഴുകിപ്പോയി. അപ്പീട്ട തീട്ട കണ്ടി വരെ ഞങ്ങളുടെ അടുക്കളയിൽ കിടക്കണേണ്. സാധാരണ ഉയരം കൂടിയ വീടുകളിലോട്ടൊന്നും വെള്ളം കയറാത്തതാണ്. പക്ഷേ ഈ വർഷം ആ വീടുകളിൽ വരെ വെള്ളം കയറി. ഞങ്ങളുടെ അരികൾ വരെ നനഞ്ഞിട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ പോലും മാർഗ്ഗമില്ല. വോട്ട് പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ആ വഴി കാണാറില്ല. പലർക്കും ജപ്തിയുണ്ട്. കാരണം വീട് പണിതിട്ട് ഇന്നപോലെ ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞ് വീഴണേണ്. വീടിൻ്റെ അടിയിൽ കൂടിയാണ് വെള്ളം കയറണത്. 20 വർഷമായിട്ടുണ്ട് വെള്ളം കയറാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ പെരക്കാത്ത കട്ടിലിൻ്റെ പുറത്ത് അവിടെ ഇരിക്കും. ഇത്രയും തുടച്ചു വന്നപ്പോൾ എൻ്റെ നെഞ്ചും പുറവും പൊളിഞ്ഞു പോണ പോലെയാണ്. എങ്ങനെയെങ്കിലും ആ വെള്ളത്തേക്ക് കിടന്ന് മരിച്ചാൽ മതി എന്നാണ് ഇപ്പോഴത്തെ ഓർമ്മ മുഴുവനും. അത്ര അവശതയാണ്. ഇനിയൊന്നും പറയണില്ല, മതി, പറഞ്ഞു കൊടുത്തോളം എല്ലാം മതി. എല്ലാ വർഷവും ഉള്ളതാണ്. ഞങ്ങൾ പൂർവികർ ജീവിച്ചതിനെക്കാട്ടിയും ഭയങ്കര മോശം അവസ്ഥയിലാണ് ഇപ്പോഴുള്ള ഈ തലമുറ ജീവിക്കുന്നത്. ആത്മഹത്യക്ക് വരെ തയ്യാറായി നിൽക്കണേണ്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ്. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. ദുരന്തമാണ് ഇവിടെ ഈ കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ വെള്ളം കയറി ഇറങ്ങുന്നത് പോലെ ഈ ഇരിക്കുന്ന ജനങ്ങളെല്ലാം ഈ 10-65 വീട്ടുകാർ ഒഴുകിപ്പോയാൽ ആ കാണുന്ന രമ്യകർമ്മങ്ങളിൽ അതേ സാധനങ്ങളിലൂടെ വരും. ഒഴുകിപ്പോണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞാൻ ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്നത്. ഹോൾ ടിക്കറ്റ് വരെ നനഞ്ഞു. ഞാൻ എന്നിട്ട് മിസ്സിനോട് പറഞ്ഞിട്ടാണ് എന്നെ മിസ്സ് പരീക്ഷയ്ക്ക് ഇരുത്തിയത്. ഇപ്പോഴും അവിടെ നിറച്ച് വെള്ളം കയറി കിടക്കണേണ്. നമുക്ക് അതിനകത്തൊന്ന് കയറാനൊന്ന് കുളിക്കാൻ അവിടെയൊക്കെ നിറച്ച് വെള്ളം, കുളിക്കാൻ പോലും പറ്റണില്ല. അവിടെ താഴത്തെ വെച്ച ചുടുപ്പ് ബുക്കുകളെല്ലാം നനഞ്ഞു. ഇവിടെ ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭാഗത്ത് വേറെയും ചില ദ്വീപുകളൊക്കെ ഉണ്ട്. ആ ദ്വീപുകളൊക്കെ ഒത്തിരിയധികം സൗകര്യത്തോടുകൂടിയാണ് പോകുന്നത്. പക്ഷേ ഈ താന്തോണിത്തുരുത്തുകാർക്ക് മാത്രമാണ് ഈ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ശരിക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ദുരന്തമാണ്. താന്തോന്നിത്തുരുത്തിൽ ആദ്യഘട്ട ഔട്ടർ ബണ്ട് നിർമ്മാണത്തിനായി പദ്ധതി തയ്യാറായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പൂർണ്ണമായ പരിഹാരമാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. AT അശ്വതി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വതി, നമ്മൾ കണ്ടു കഴിഞ്ഞു, വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് അവിടെയുള്ള ഒരു ജനത. ഇതിൽ എന്ത് ശാശ്വത പരിഹാരം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്? ആ രീതിയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? നിരന്തരമായ സമരങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ താന്തോന്നിത്തുരുത്തുകാർക്ക് ആദ്യഘട്ട ഔട്ടർ ബണ്ട് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് എത്രയും വേഗം ബണ്ട് നിർമ്മാണം ആരംഭിക്കണം എന്നതാണ് ഈ തുരുത്തുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അല്ലാത്ത പക്ഷം വീണ്ടും സമരത്തിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം ഒരുപക്ഷെ കൂടുതൽ കടുക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നിരന്തരമായ ചർച്ചകളും മറ്റും നടത്തിയതിന് ശേഷമാണ് ഈ ഒരു പദ്ധതി ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെ അതിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. 1920 മീറ്റർ ആയിരുന്നു ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ 600 മീറ്ററായി. മാത്രമല്ല അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പദ്ധതിക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി തുടങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. എന്തായാലും എത്രയും വേഗം ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് തുരുത്തുകാർ ആഗ്രഹിക്കുന്നത്.